ലെബനൻ നിങ്ങൾ അറിഞ്ഞു കാണും. അവിടെ ഏകദേശം 2 വർഷത്തോളം ഒരു കെയർടേക്കർ മന്ത്രിസഭയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടുത്തെ ഇപ്പോഴത്തെ പുതിയ ഭരണാധികാരി വരുന്നതിന് മുമ്പ് ഹിസ്ബുള്ള ഉൾപ്പെടെ അവിടെ പല പൊളിറ്റിക്കൽ പാർട്ടി എന്ന് കോയിലേഷനായിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി അവർ മിലിഷ്യ ഗ്രൂപ്പാണ്, അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ഷിയ ആൾക്കാരാണ് കൂടുതൽ. ഇപ്പോൾ 2022 അവരാണ് അധികാരത്തിൽ വന്നത്. ഹിസ്ബുള്ള പിന്തുണയ്ക്കുന്ന ഒരു കോയിലേഷൻ ഗവൺമെൻറ്റാണ് അവിടെ അധികാരത്തിൽ വന്നത്. അപ്പം അതിനുശേഷം ഹിസ്ബുള്ള ഒരു കാരണവശാലും ടേം കഴിഞ്ഞിട്ട് പോലും അവിടെ എലക്ഷൻ നടത്താൻ സമ്മതിച്ചില്ല. കാരണം കഴിഞ്ഞ 2 വർഷം അവിടെ കെയർടേക്കർ ഒരു പാവ മന്ത്രിസഭയാണ് പോയിക്കൊണ്ടിരുന്നത്. അതായത് ഒരു പപ്പറ്റായിട്ട് പുറകിൽ നിന്ന് മുഴുവനും കളിച്ചത് ഹിസ്ബുള്ള. കാരണം മിലിഷ്യ ഗ്രൂപ്പാണ്. അവിടെ ഗവൺമെൻറ്റിന് യാതൊരു പവറും ഇല്ലായിരുന്നു. പക്ഷെ മനസ്സിലാക്കുക, എന്നാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത് ഹിസ്ബുള്ളയെ, അന്നു മുതൽ ലെബനൻ്റെ കാര്യത്തിൽ തീരുമാനമായി, ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ തീരുമാനമായി. മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. 2022 അവർക്ക് എത്രയാണ് സീറ്റ് കിട്ടിയത്? അതായത് ടോട്ടൽ 128 പാർലമെൻറ്റ് മെമ്പേഴ്സാണ് അവർ എലക്ട് ചെയ്യുന്നത്. അതിനകത്ത് ഇപ്രാവശ്യം ഹിസ്ബുള്ളയെ നയിക്കുന്ന അവരല്ല പ്രധാനപ്പെട്ട പാർട്ടി, മറ്റുള്ള പാർട്ടിയുണ്ട്. പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് 13 സീറ്റാണ് അവർ ജയിച്ചിരിക്കുന്നത്. മറ്റേ അമൽ പാർട്ടി, ഫ്രീഡം പാർട്ടി എന്നൊക്കെ പറയുന്ന, പ്രോഗ്രസീവ് പാർട്ടി എന്നൊക്കെ പറയുന്ന പല പാർട്ടികൾ ചേർന്ന ഒരു കോയിലേഷനാണ്. അതിനകത്ത് ഏകദേശം 9 സീറ്റിൻ്റെ കുറവുണ്ട്. അതിൻ്റെ പേരിലാണ് അവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടി അവിടെ അധികാരത്തിൽ വന്നു. അപ്പോൾ അധികാരത്തിൽ വരിക മാത്രമല്ല, അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി പറയുന്നത്, അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് അവിടെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അതിനകത്തുള്ള ആളായിരിക്കും അതിൻ്റെ പ്രസിഡൻറ്റ്. അതിൻ്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് സുന്നി വിഭാഗത്തിൽപ്പെട്ട ഇസ്ലാമിക വിശ്വാസത്തിലുള്ള കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആയിരിക്കണം അതിൻ്റെ പ്രധാനമന്ത്രി. ഇപ്പം നജീബ് മക്തി എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ അവിടുത്തെ ആക്ടിങ് പ്രധാനമന്ത്രി, പുള്ളിയുടെ ടേമും കഴിയാറായി. അപ്പോൾ അതിൻ്റെയും എലക്ഷൻ വരാൻ പോവുകയാണ്. ഈ പറയുന്ന പോലെ വലിയ സംഭവങ്ങളൊന്നും അവിടുത്തെ പ്രൈം മിനിസ്റ്റർക്ക് കാര്യമായിട്ട് റോളൊന്നുമില്ല എന്നാണ് പലയിടത്തുനിന്നും അറിയാൻ കഴിഞ്ഞത്. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കടക്കാം. എന്താണ് ലെബനനിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? അതായത് നിങ്ങൾക്കറിയാം, എത്രയോ വർഷങ്ങളായിട്ട് ഷിയ മിലിറ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇറാൻ്റെ വലിയൊരു പിന്തുണയുണ്ടായിരുന്നു. ഇറാൻ്റെ ജനറൽമാരുൾപ്പെടെ അവർ ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്നത് റിപ്പബ്ലിക്കൻ ഗാർഡ്സിൻ്റെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഈ ലെബനൻ ക്യാപിറ്റലിലായിരുന്നു. കാരണം അവരാണ് കംപ്ലീറ്റ് അവിടുത്തെ ഭരണവും കാര്യങ്ങളും മുഴുവനും കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ ജനാധിപത്യം എന്ന് പറയുന്ന സാധനത്തിനും പ്രസക്തി ഇല്ലാതായി. കാരണം അവരുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് അവിടെയുള്ള സുന്നി മുസ്ലിങ്ങളാണ്, അവിടുത്തെ ക്രിസ്ത്യാനികളല്ല. ഈ പറയുന്ന ഇറാൻ്റെയും ഷിയയുടെയും താല്പര്യം അവരെയാണ് ഒതുക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് എന്താ ഉണ്ടായത്? അവരവിടുത്തെ മിലിഷ്യ ഗ്രൂപ്പ് വളരെ സ്ട്രെങ്തൻ ചെയ്ത് ഇഷ്ടംപോലെ വെപ്പൺസ് ഈ ഇറാൻ കൊടുത്തു, അവർക്ക് ട്രെയിനിങ് കൊടുത്തു. ഒരു വലിയ മിലിഷ്യ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി. അത് അവിടുത്തെ പട്ടാളത്തിന് യാതൊരു റോളും ഇല്ലാതായി. കാരണം അവർ ഹിസ്ബുള്ള കാര്യമായിട്ട് പൊളിറ്റിക്സിലുണ്ട്. ഈ 13 സീറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഘടകമാണ്. അപ്പോൾ ഇപ്രാവശ്യം അവിടുത്തെ ഒപ്പോസിഷൻ ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നവർക്ക് 9 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതിലാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പം നേരത്തെ ഒരു ഭരണകക്ഷിയായിരുന്നു, എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് തീരുമാനിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ പേരിൽ ഇറാൻ തന്നെ എത്രയോ ബില്യൺസ് ആണ് ഈ ഗവൺമെൻറ്റിനും ഹിസ്ബുള്ളയ്ക്കും കൊടുത്തത്. ഇവരുടെ ഒരേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ, എങ്ങനെയും ഇസ്രായേലിനെതിരെ വലിയൊരു ഫോഴ്സ് ഫ്രണ്ട് ലൈൻ ഉണ്ടാക്കിയെടുക്കുക, അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. അതിനുവേണ്ടിയാണ് ഇറാൻ ഇത്രമാത്രം ഫണ്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ നമുക്കറിയാം എന്താണ് ഒക്ടോബർ 8 സംഭവം നടന്നത് ഇസ്രായേലിൽ. അതിനുശേഷം ഞാൻ വീണ്ടും ആ പോയിന്റ് നിങ്ങൾക്ക് വേണ്ടി റീകളക്ട് ചെയ്യാൻ പറയുവാണ്. അന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇതൊരു ലോങ് വാർ ആയിരിക്കും. പക്ഷേ ഇതോടുകൂടി മിഡിൽ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യ
അതിൻ്റെ ജിയോ പൊളിറ്റിക്സ് പൂർണ്ണമായിട്ടും മാറും. അതോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും സമാധാനമുള്ള രാജ്യമായിരിക്കും. ഇസ്രായേലായിരിക്കും തീരുമാനിക്കുന്നത് ജിയോ പൊളിറ്റിക്സ്, അതായത് വെസ്റ്റ് ഏഷ്യയിലെ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ ജിയോ പൊളിറ്റിക്സ് തീരുമാനിക്കാൻ പോകുന്ന ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമായിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പലപ്പോഴും ഞാൻ നേരത്തെ വീഡിയോയിൽ നിന്ന് പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്കൊരു മെമ്മറിക്ക് റീകളക്ഷന് വേണ്ടിയാണ്. അപ്പം ഞാനിത് പറഞ്ഞിരുന്നു, ഈ ലെബനൻ്റെ തെക്കൻ ലെബനൻ മുഴുവനും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക, അനക്സേഷൻ ആകുന്നതിന് അതിനെപ്പറ്റിയുള്ള ഡിസ്കഷനൊക്കെ ഫർദർ ഉണ്ടാകാൻ പോകുന്ന ട്രംപ് വന്ന ശേഷമായിരിക്കും. ഇനി നോക്കൂ, എന്താണ് സിറിയയിൽ സംഭവിച്ചത്? സിറിയയിലും സംഭവം മാറി. അത് ആസാദ് റെഷീം മാറി. അവിടെ അമേരിക്കയുമായിട്ട് ബന്ധമുള്ള ജൊലാനി കയറി വരുന്നു. അപ്പോഴും അമേരിക്ക അവരെ വെയിറ്റ് ആൻഡ് വാച്ച്. കാരണം നമുക്ക് ഇതാദ്യം നോക്കാം ഇയാൾ ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് ഭരണത്തിൽ വന്ന ശേഷം. അതായത് ഈ പറയുന്ന പോലെ സെക്ടറിയനായിട്ടുള്ള റൂളിലോട്ട് പോവുമോ, അതോ പഴയ രീതിയിലുള്ള പഴയ ISIS ആ രീതിയിലോട്ട് മാറുമോ? ഇതിനെപ്പറ്റിയൊക്കെ നോക്കി മോണിറ്റർ ചെയ്ത് പഠിച്ച ശേഷം മാത്രം സപ്പോർട്ടീവായിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലെബനിലോട്ട് വരാം. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ലെബനൻ്റെ എക്കോണമി തകർന്ന് നാശമായി. ഒരു സമയത്ത് ഈ ലെബനൻ, സിറിയ എന്നൊക്കെ അറിയപ്പെടുന്നത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ യൂറോപ്പ് എന്നറിയപ്പെട്ട രാജ്യങ്ങളാണ്. അത്ര പ്രീഡോമിനൻ്റ് ആയിട്ടുള്ള എക്കോണമിയും അവിടുത്തെ ജനങ്ങളുടെ ലൈഫ് സ്റ്റൈലും. കാരണം ഇത് ഈ ഫ്രാൻസുമായിട്ട് ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധം, യൂറോപ്പായിട്ട് ബന്ധമുള്ള രാജ്യങ്ങളാണ്. ആ രീതി മാറിയ രാജ്യത്തെയാണ് ഇസ്ലാമിക വൽക്കരണവും ഷിയാവൽക്കരണവും കൊണ്ട് തമ്മി തല്ലി ബഹളം ആ രാജ്യത്തെ കുട്ടിച്ചോറാക്കി അങ്ങ് മാറ്റി. കാരണം ആർക്കും താല്പര്യമൊന്നുമില്ല. അമേരിക്കൻ ബേസ് ഉണ്ടായിരുന്നു ഇവിടെ. ISISൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക കയറി ഇടപെട്ട് അമേരിക്കൻ ബേസ് ഉണ്ട് ഈ പറയുന്ന സിറിയയിൽ, ഈ ലെബനൻ വരെ. കാരണം ഈ ഷിയ ആൾക്കാരെ കയറ്റിയിട്ട് അതിന് പൂർണ്ണമായിട്ടും സപ്പോർട്ടീവായിട്ട് ഇറാൻ നിൽക്കുകയാണ് ഒരു ഭാഗത്ത്. അപ്പം അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്, കാരണം മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലും വെസ്റ്റ് ഏഷ്യയിലും ഏറ്റവും അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്ത രാജ്യമായിരുന്നു ഇറാൻ. എന്താണ് ഇറാനെ കയറി 2.5 മണിക്കൂർ ബോംബ് അറ്റാക്ക് നടത്തി. അന്ന് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം തീരുന്നതോടുകൂടി ഈ ലോകത്തിൻ്റെ പല ഗതിവിഗതികളും മുഴുവനും അങ്ങ് മാറി. മനസ്സിലാക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. എന്നാണ് ഹിസ്ബുള്ളയെ അടിക്കുന്നു, അതോടുകൂടി ഹിസ്ബുള്ളയുടെ ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കളും തീർന്നുപോയി. ഇപ്പം അറിയാം, ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്ന സംഭവം, ഹിസ്ബുള്ളയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പല ആൾക്കാരും പുതിയ ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കുക മാത്രമല്ല ആ പാർട്ടിയിൽ നിന്നും വിട്ടുപോരാനും തയ്യാറാണ്. കാരണം കൃത്യമായ വാണിംഗ് കൊടുത്തിട്ടുണ്ട്, ഇനി ഒരു കാരണവശാലും ഹിസ്ബുള്ള മിലിഷ്യ ഗ്രൂപ്പ് ആ മണ്ണിൽ ഉണ്ടാവുകയില്ലെന്ന് പുതിയ ഗവൺമെൻറ് ആണെങ്കിലും പുതിയ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റീഷ്യൻസും പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നീടുള്ള പല ഹിസ്ബുള്ള നേതാക്കളും പതുക്കെ അവർ ഇറാനിലോട്ട് അങ്ങ് പോയി. കാരണം അവർക്കറിയാം അവിടെ നിൽക്കാൻ സാധിക്കില്ല, അവരുടെ തലയിൽ എപ്പോഴാണ് ബോംബ് വീഴുന്ന അൺസർട്ടനിറ്റി. അതായത് ഹിസ്ബുള്ള മിലിഷ്യ ഗ്രൂപ്പ് ഇപ്പം സീസ് ഫയർ ആണ് 60 ദിവസത്തേക്ക്, അതുകൊണ്ടാണ് ഇപ്പോൾ ഫയറിംഗ് ഒന്നും ഇല്ലാത്തത്. അതിൻ്റെ പേരിൽ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. ഈ തെക്കൻ ലെബനനും ഈ സിറിയയുടെ ഏകദേശം ഡമാസ്കസ് വരെ ഗൊലൻ ഹൈറ്റ്സുമായിട്ടൊക്കെ ചേർന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഇസ്രായേലിൻ്റെ അനക്സേഷൻ വലുതാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം പല യൂറോപ്യൻ രാജ്യങ്ങളും ഇതുമായിട്ടുള്ള ഡിസ്കഷൻ നടത്തുകയാണ് ഈ രാജ്യങ്ങൾ. കാരണം അവിടെയുള്ള ഈ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയവർ അവരെ തിരിച്ചു കൊണ്ടുവന്ന് താമസിക്കാനുള്ള കോളനീസ് ഉണ്ടാക്കുന്നതിനെ പറ്റി. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇവർ വലിയ ഹെഡേക്ക് ആയിട്ടങ്ങ് മാറി. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇസ്രായേൽ വളരെ കണിശമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുള്ള ലെബനന്, അവർ കയറിയ തെക്കൻ ലെബനൻ ഭാഗത്ത് അവിടുന്ന് പോയ ആൾക്കാർ തിരികെ വരാൻ സമ്മതിക്കില്ല. ആ രീതിയിലാണ് വാൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ ഭരണാധികാരി പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഇസ്രായേലുമായിട്ട് ഒരുമിച്ച് പോകാൻ തയ്യാറാണ്. ഇസ്രായേലുമായിട്ട് സൗഹൃദ രാജ്യമായിട്ട് നല്ലൊരു സ്നേഹരാജ്യമായിട്ട് പോകണം. ഒരു കാരണം മനസ്സിലാക്കണം, ഇത് അമേരിക്കയുടെ വെൽ പ്ലാൻഡ് ആണ് ഈ സംഭവം, ഇതിൻ്റെ ഓരോ സംഭവങ്ങളും. കാരണം പുതിയ ഗവൺമെൻറ് വരുന്നു, പഴയ ഹിസ്ബുള്ളയെ നശിപ്പിക്കുന്നു. ഈ പറയുന്ന ഓപ്പോസിഷനിലുള്ള പല ആൾക്കാരും ഹിസ്ബുള്ളയെ തള്ളി പറയാൻ തുടങ്ങി. മനസ്സിലാക്കുക, ഹിസ്ബുള്ളയുടെ ആ കോയിലേഷൻ മേജറായിട്ടുള്ള പാർട്ടികൾ വരെ ഹിസ്ബുള്ളയുടെ പൊളിറ്റീഷ്യൻസിനെ അടുപ്പിക്കുന്നില്ല. കാരണം ഷിയ ഭൂരിപക്ഷ പ്രദേശത്തു നിന്നാണ് 13 സീറ്റ് ഇപ്രാവശ്യം ഹിസ്ബുള്ളയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് 2020, കാരണം ഷിയ ആൾക്കാരെ ഹിസ്ബുള്ളയ്ക്കാണ് വോട്ട് ചെയ്തത്, അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കുക, അവിടെയുള്ള മറ്റുള്ള പ്രദേശങ്ങൾ, കാരണം ക്രിസ്ത്യൻ ശരിക്കുമുള്ള സ്ഥലം കൂടിയാണ് ഈ ലെബനൻ എന്ന് പറയുന്നത്. കാരണം മോഡറേറ്റ് ക്രിസ്ത്യൻസ് ആണ്.
അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഇവരെ മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് പോവുക. മനസ്സിലാക്കുക വീണ്ടും, അതായത് ഷിയ ആൾക്കാരെ മാറ്റി നിർത്തുക, മറ്റുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരുമിച്ച് മുന്നോട്ട് പോവുക. ഈ ഒരു ഫോർമുലയിലായിരിക്കും പുതിയ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുമല്ല, ഇതിന് സപ്പോർട്ടീവായിട്ട് അമേരിക്കയും ഇസ്രായേലും നിൽക്കും. അവിടെയുള്ള പട്ടാളക്കാർക്കും മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കും. ഇതിനനുസരിച്ച് മറ്റുള്ള അറബ് പത്രങ്ങൾ പറയുന്നത് അവിടെ എന്തെങ്കിലും പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിന് ഇടപെടാനുള്ള എല്ലാ പരമാധികാരവും പുതിയ ഗവൺമെൻറ് MOU സൈൻ വരെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എപ്പോഴാണ് ഹിസ്ബുള്ള പൊട്ടി വീണ്ടും ഇറാൻ്റെ സപ്പോർട്ട് കൂടി വരാനുള്ള സാധ്യത പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ അമേരിക്കൻ ബേസ് വരെയല്ല, ഇസ്രായേലിൻ്റെ ബേസ് വരെ ഈ ലെബനനിൽ ഉണ്ടാകാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ പറ്റത്തില്ല. മനസ്സിലാക്കുക, ഈ ഒരു സംഭവത്തോടു കൂടി നിങ്ങൾ മനസ്സിലാക്കുക, ഇറാൻ എന്നേക്കുമായിട്ട് തീർന്നു. കേരളത്തിൽ മറ്റുള്ള മതതീവ്ര ഇറാൻ ഫാൻസൊക്കെ പറയുന്നത് ഇപ്പോഴും അടിക്കുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇറാൻ എന്നേക്കുമായിട്ട് തീർന്നു. ഇറാൻ തീർന്നു കഴിഞ്ഞപ്പോഴാണ് ലെബനൻ തീരുന്നത്. അത് കഴിഞ്ഞ് സിറിയ തീർന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് അവിടുത്തെ സൂപ്പർ ഡൂപ്പർ, കാരണം അമേരിക്ക എങ്ങനെ ലോക പോലീസ്, ഞാൻ പഴയ വീഡിയോ പറഞ്ഞ പോലെ ആ ഒരു രീതിയിലാണ് ഇസ്രായേൽ മാറിക്കഴിഞ്ഞത്. അവരാണ് ഇനി തീരുമാനിക്കുക ഈ രാജ്യങ്ങളിലൊക്കെ എന്തോ ഉണ്ടാകും. കാരണം ഈ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി പോലും ഇനി ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അത്ര പവർഫുൾ നേഷനായിട്ട് മാറി. ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. അമേരിക്ക എക്സ്പാൻഷൻ നടത്തുവാണ്. കാനഡയുടെ കാര്യം പറഞ്ഞു, 51 സ്റ്റേറ്റ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നു. ഗ്രീൻലാൻഡ് അവർക്ക് വേണമെന്ന് പറയുന്ന ഡിസ്കഷൻ, അത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നു പറഞ്ഞു. അതേപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം വൈഡായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പോവുകയാണ്. ഈ പറയുന്ന ഗോലൻ ഹൈറ്റ്സ് ഡെമാസ്കസ് വരെ, അതേപോലെ തെക്കൻ ലെബനൻ. അപ്പോൾ ഇതിനെ പിന്തുണയ്ക്കുന്നവരാണ് അവിടെയുള്ള UAE ആണെങ്കിലും സൗദി അറേബ്യ. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞ പവർഫുൾ രാജ്യം ഉണ്ടാവുകയാണെങ്കിൽ ആ റീജിയനിൽ സമാധാനം ഉണ്ടാകും. ഇതൊക്കെ പല കോളങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പല പത്രങ്ങളിലൊക്കെ, എക്സ്പേർട്ടായിട്ടുള്ള ഒപ്പീനിയനൊക്കെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ അവിടുത്തെ ഏറ്റവും വലിയ രാജ്യമാകാനുള്ള പോസിബിലിറ്റി പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ആരുമില്ല എതിർക്കാൻ. ആ രീതിയിലാക്കി മാറ്റി ഈ ഹമാസ് പൊട്ടന്മാരും കേരളത്തിന് അതേ സപ്പോർട്ട് ചെയ്ത സുഡാപ്പികളെല്ലാം കൂടെ ചെയ്തു വെച്ചതിൻ്റെ അൾട്ടിമേറ്റ് എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇസ്രായേൽ അവിടുത്തെ ഡോമിനൻ്റ് പവറായിട്ട് മാറി.